ഓരോ കുത്തുക. അങ്ങനെ ഞാൻ ചാക്കെല്ലാം കുത്തിപ്പൊട്ടിച്ചു. വീട് വൃത്തിയാക്കാനും പരിസരം ക്ലീനാക്കാനും കൂടെ നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഈ കരികില കമ്പോസ്റ്റ്. എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കുക. ആർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നല്ലൊരു വളം ഉണ്ടാക്കാം, പിന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാകും, നമ്മുടെ കഞ്ഞിവെള്ളത്തിനൊരു യൂസും ആകും. കമ്പോസ്റ്റ് മാത്രമല്ല കേട്ടോ, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വഴി നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയാക്കിയിടാനും പറ്റും. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു റിങ് ഉണ്ട്, ഒരു 3 റിങ്ങിൻ്റെ താഴ്ചയുള്ള റിങ്ങാണ്. പക്ഷേ ഇത് നിറച്ച് കരികലയാണ്. അടിയിൽ കുറേ ചാരം കത്തിച്ചതിൻ്റെയും കിടപ്പുണ്ട്. ഈ മഴയെല്ലാം കഴിഞ്ഞ് എന്നിത് ഉണങ്ങിക്കിട്ടും ഇനിയും നമ്മൾ അടുത്തൊരു കത്തിരി കത്തിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇതിവിടുന്ന് മാറ്റിയില്ലെങ്കിലോ? ബാക്കി ഓരോ ദിവസവും നമ്മൾ തൂത്തുകൊണ്ടിരുന്ന് എവിടെ ഇടും? ഇതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ സൊല്യൂഷനാണ് നമ്മുടെ കരികില കമ്പോസ്റ്റ്. അപ്പോൾ ഇവിടെ കോഴിയുടെ തീറ്റ വാങ്ങുന്ന കുറേ ചാക്കുകളുണ്ട്. ആ ചാക്കുകളെടുത്തു കഞ്ഞിവെള്ളം അത് നമ്മളിവിടെ എന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര തിരക്കാണേലും വീടും പരിസരവും നല്ല വൃത്തിക്ക് കിടക്കണം. അതെ, ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഒരു ഭയങ്കര മഴയായിരുന്നു ഇന്നലെ ഇവിടെ. നമ്മുടെ മാവിൻ്റെയും ജാതിയുടെയും ഒക്കെ ഇല കംപ്ലീറ്റ് വീണ് കിടക്കുക. ഈ ഇലകളൊന്നും നമുക്ക് കളയണ്ട, ഇതെല്ലാം നമുക്ക് കമ്പോസ്റ്റ് ആക്കാം. കാരണം ഇതിനി കത്തിക്കണമെങ്കിലോ എത്ര ദിവസം എടുക്കുമെന്നറിയാമോ? ഇതെല്ലാം ഉണങ്ങി നമ്മുടെ റിങ്ങിനകത്തിട്ട് ഭയങ്കര പാടാം. ഇത് മാത്രമല്ല കേട്ടോ, ഒരാഴ്ചയായിട്ട് മഴ നിർത്തുന്നില്ല. അപ്പോൾ നമ്മുടെ റിങ്ങിൽ ഇഷ്ടം പോലെ ഇല കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴേക്കും നമുക്കൊരു 4-5 ചാക്കു വളത്തിനുള്ളതായി. ഈ കമ്പുകളിപ്പോൾ എന്താണെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കണം. അവനെ ഇവിടെ നമുക്ക് ചാരി വെച്ചേക്കാം. ബാക്കിയുള്ള ഇല കൂടെ നമുക്ക് കുഴിയിലേക്ക് ഇടാം. ചാക്കി കെട്ടി വെച്ചാൽ മതി. 10-20 ദിവസം കഴിയുമ്പോൾ, അതായത് ഓൾമോസ്റ്റ് 2 വീക്സ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കരികില കമ്പോസ്റ്റ് കിട്ടും. കുറച്ചേറെ ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. ഈ മഴ കാരണം നമ്മുടെ മുറ്റത്തുനിന്ന് തൂത്തുവാരുന്ന ഇലകളൊന്നും കത്തിക്കാനേ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും ഇതേ നമ്മുടെ ഈ നല്ലൊരു ചെടി അങ്ങ് ഒടിഞ്ഞു വീണു. പിന്നെ ഇതേ വെട്ടാതെ വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ വെട്ടിയിങ്ങെടുത്തു. ഇനി ഇതിൻ്റെ ഇല പോലും നമ്മൾ വെറുതെ കളയില്ല കേട്ടോ. അതിൻ്റെ ഇല മാത്രം ഞങ്ങളിങ്ങ് വെട്ടിയെടുക്കുകയാണ്. കമ്പങ്ങ് മാറ്റുക. ചേട്ടാ പിടിച്ചോണേ. ഇനി പച്ചയില ഇടാം. പച്ചയില അവിടുന്ന് കുറച്ച് പച്ചയില എടുക്കാം. ദേ ഇതിലും കുറച്ചുണ്ട്. ഇനി കുറച്ച് കഞ്ഞിവെള്ളം. ഇതൊരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും നല്ല കരികല കമ്പോസ്റ്റായിട്ട് കിട്ടും. ഈ റിങ്ങിനകത്ത് കത്തിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ടാണ് കുറച്ച് നമുക്ക് ഒഴിക്കാം. പച്ചില, ഇനി പച്ചില ഇപ്പോൾ ഉണ്ട് ചേട്ടാ. ഇപ്പോൾ കുറച്ചുണ്ട്, അടി കിടന്നുണ്ട്. ഇനി കരിയില ഞാൻ കോരട്ടെ? ചേട്ടാ പിടിച്ചാൽ മതി. ദേ ഇനി പച്ചില ഇവിടെ ഉണ്ട്. ഓക്കെ, മതി. അപ്പോൾ ഇപ്പോൾ ഒടിഞ്ഞു വീണ് കിടന്ന മരത്തിനും ഒരു ഉപയോഗമായി. കരിയില, പച്ചില, കഞ്ഞിവെള്ളം, അങ്ങനെയാണ് നമ്മുടെ കോമ്പിനേഷൻ പോകണ്ടേ. ചേട്ടാ ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വരാം. ചേട്ടൻ്റെ കൈയില്ല, എൻ്റെ കയ്യിലാണ് ഗ്ലൗസ് ഉണ്ട്. ഇനി ഇപ്പം ചാരമൊക്കെ ആയി അല്ലേ? അല്ല, ഈ കുറച്ച് കരിയില കൂടെ എടുക്കാം. ഇപ്പോഴത്തെ എൻ്റെ കൈയുടെ അവസ്ഥ ഇങ്ങനെയാണ്. കണ്ട, ഈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു തുള്ളി അഴുക്ക് പോലും എൻ്റെ കയ്യിലായിട്ടില്ല. കൈ സൂപ്പറായി കണ്ട. അപ്പോൾ കൈ ഇതാണ്ട് സൂപ്പറായി. ഒരു തുള്ളി അഴുക്ക് പോലും ഇല്ല. ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുത്താൽ മതി. ഇതേ കൈ നനച്ചിട്ട് പോലുമില്ല. ഈ ഒരു ആയുധം കയ്യിലുള്ളപ്പോൾ പിന്നെ നമുക്ക് എന്ത് പണി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എല്ലാം നമുക്ക് ചെയ്യാന്നേ. നമ്മുടെ കുഴിയുടെ അവസ്ഥ ഇപ്പം നോക്കിയേ.
ഞങ്ങൾ സകല കരികലകളും നനഞ്ഞു കിടന്ന ഇല മുഴുവൻ ഞങ്ങൾ വാരിയെടുത്തു. എല്ലാ ചാക്കും കയറിട്ട് കെട്ടുക. അങ്ങനെ ഞങ്ങളുടെ ചാക്കുകളെ എല്ലാം ചേട്ടനത് എടുത്തുകൊണ്ട് വരുന്നു. അതെല്ലാം ഞങ്ങളിവിടെ മഴയും വെയിലും ഒന്നും കൊള്ളാതെ സേഫായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചു. അങ്ങനെ നമ്മുടെ ചാക്കുകളെല്ലാം നമ്മൾ സേഫായിട്ട് ഇവിടെ വെച്ചു. ഇനി നമുക്ക് അടുത്തൊരു പൊടിക്കൈ കൂടെ ചെയ്യണം. ഇതിനകത്ത് എയർ സർക്കുലേഷൻ വേണം. എന്നാൽ ഇതിനകത്തുള്ള കരികലെല്ലാം പൊടിഞ്ഞ് നമ്മുടെ കഞ്ഞിവെള്ളവും പച്ചലയും എല്ലാം കൂടെ മിക്സായി നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാലേ ഇത് വെക്കേണ്ടത് നമ്മുടെ ചാക്കുനൂലിൻ്റെ ചാക്കില്ലേ, അരിച്ചാക്ക്, അതിനകത്താണ്. ഇപ്പം നമുക്കിവിടെ അരിച്ചാക്കില്ല, നമ്മൾ ഈ കോഴിക്ക് വാങ്ങുന്ന തീറ്റയുടെ ചാക്കുകളാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ഇതിനൊരു ഹോളിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലൊരു കമ്പിയുണ്ട്, ഇത് വെച്ച് ഞാനൊരു ഹോളിടാൻ പോവാം. ഇതിൻ്റെ എല്ലാ സൈഡിലും ഓരോ കുത്തുക. അങ്ങനെ ഞാൻ ചാക്കെല്ലാം കുത്തിപ്പൊട്ടിച്ചു. അടുത്ത ഒരാഴ്ചത്തേക്ക് ഇവരിവിടെ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം നമുക്കിവരെ എടുത്തൊന്ന് കുലുക്കി വെക്കണം. നമ്മുടെ ചാരമൊക്കെ എന്ത് ചെയ്തെന്നല്ലേ, ഇത് ചേട്ടൻ അതെല്ലാം കോരിയെടുത്തു കപ്പയുടെ ചോട്ടിലിട്ടു. റിങ്ങിൻ്റെ അടി കിടന്ന ചാരമാണിതെല്ലാം. ഇത് ചേട്ടൻ കൊണ്ടുവന്ന് ലാസ്റ്റ് ഉള്ളതും കൂടി ഇടുന്നു. കപ്പയ്ക്കും വളമായി. അപ്പം ഇവിടെ ഒന്നും നമ്മൾ വെറുതെ കളയുന്നില്ല. ഇപ്പം നമ്മുടെ റിങ് കാണണോ, സൂപ്പർ കണ്ടീഷനായി കേട്ടോ. ഇത് നോക്ക്, ഒരഴുക്ക് പോലും ഇല്ല, ഒരില പോലും ഇല്ല. എല്ലാ ഇലയും നമ്മൾ ചാക്കി കെട്ടി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇവിടെ എല്ലാം നീറ്റായി വൃത്തിയായി. അറ്റ് ദ സെയിം ടൈം നമുക്ക് കമ്പോസ്റ്റുമായി. അതെ, കമ്പോസ്റ്റ് മാത്രമല്ല, വളം മാത്രമല്ല, നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിക്കിടാനായിട്ട് പറ്റിയൊരു മാർഗവും കൂടിയായത്. ഇത് നമ്മൾ ചാക്കി കെട്ടി കമ്പോസ്റ്റാക്കി വെക്കാനായിട്ട് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ പറമ്പിൽ കിടക്കുന്ന ആ ഒരു വൃത്തികേടും ആ കരികലകളും എല്ലാം നമ്മൾ എടുത്തു മാറ്റുക. ഓർക്കണം, മഴ സീസണാണ്. കരികലകളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പാമ്പൊക്കെ അതിനടിയിൽ കയറിയിരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. വീടും പരിസരവും നല്ല വൃത്തിയായി കിട്ടും. പിന്നെ പച്ചക്കറികൾക്ക് വളവും കിട്ടും. നല്ലൊരു കഞ്ഞിവെള്ളം അതിനൊരു യൂസും ആകും. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇതൊരു സൂപ്പർ സംഭവമല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.